നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡോക്ടർ മോഹൻ വർഗീസ്. പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നേരത്തെ തങ്ങളുടെ സൗഹൃദ രാജ്യമാണെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ച 90കളിൽ താലിബാൻ്റെ ആ രൂപീകരണം മുതൽ താലിബാന് വേണ്ട എല്ലാ സഹായങ്ങളും എത്തിക്കുകയും അവരെ അഫ്ഗാൻ മണ്ണിൽ ശക്തമായി നിലയുറപ്പിക്കാൻ സഹായിക്കുകയും ചെയ്ത അതേ പാകിസ്ഥാൻ്റെ കോസ്റ്റ് പ്രവിശ്യ ഡ്യൂറൻ ലൈനിനോട് ചേർന്ന് അഫ്ഗാൻ അതിർത്തിക്കപ്പുറമുള്ള പാക് മേഖല, അവിടെ തുടർച്ചയായി ബോംബാക്രമണങ്ങൾ നടത്തി. കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാൻ ബോംബാക്രമണങ്ങൾ നടത്തിയെന്ന് മാത്രമല്ല, അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം ഇത് സംബന്ധിച്ച് ഒരു പ്രഖ്യാപനവും നടത്തി. ഞങ്ങൾ ഡ്യൂറൻ ലൈനിനപ്പുറത്ത് പാക് മണ്ണിലെ ചില പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ബോംബാക്രമണം നടത്തി. ഇത് അഫ്ഗാൻ മണ്ണിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയാണ് എന്ന് അഫ്ഗാനിസ്ഥാൻ പ്രഖ്യാപിക്കുന്നു. ഇതൊരു തുറന്ന യുദ്ധപ്രഖ്യാപനമാണോ? പാകിസ്ഥാൻ മുഖമിടിച്ച് വീഴുന്നതിൻ്റെ ഒരു ലക്ഷണമാണോ? കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യക്കെതിരെ നിരന്തരം ഭീകരാക്രമണങ്ങൾ നടത്തുകയും അതിർത്തി മേഖലയിൽ നിരന്തര കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത പാകിസ്ഥാന് ഇത് ചരിത്രം നൽകിയ ഒരു തിരിച്ചടി തന്നെയാണോ? ചരിത്രം നൽകിയ ഒരു തിരിച്ചടി എന്നത് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും. കാരണം ചരിത്രത്തിൽ നിന്നും പാഠം പഠിക്കാത്തൊരു പാകിസ്ഥാനെ നമ്മൾ കാണുന്നു. ഇവിടെ സംഭവിച്ചത് മലയാളത്തിലെ ഒരു പ്രയോഗമാണല്ലോ, സ്വയം കൃതാനർത്ഥം. അപ്പൊ അനർത്ഥങ്ങൾ സ്വയം കൃതി കൊണ്ടുണ്ടാകുന്ന ഒരവസ്ഥ പറഞ്ഞു വരുന്നത് പാകിസ്ഥാൻ താലിബാന്റെ സൃഷ്ടിയെക്കുറിച്ചാണ്. തെഹ്രീക്ക് ഈ താലിബാൻ ഈ പാകിസ്ഥാൻ എന്ന പാക് താലിബാൻ യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ മണ്ണിൽ പ്രവർത്തിക്കുന്ന താലിബാൻ വിഭാഗമാണ്. ഒറിജിനലി താലിബാൻ എന്ന് പറയുന്നത് ഒരു സ്റ്റുഡന്റ് മൂവ്മെന്റ് ആണ്. അഫ്ഗാനിസ്ഥാനിൽ ജന്മമെടുത്ത ഒരു സ്റ്റുഡന്റ് മൂവ്മെന്റ്, നിർദോഷമെന്ന് തോന്നാം ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഈ കർഷകരും അടിസ്ഥാന വർഗവും എല്ലാം ചേർന്ന ഒരു വിദ്യാർത്ഥികളുടെ ഇസ്ലാമിക ജീവിതം അനുശാസിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം. അവർ മദ്രസകളിൽ ട്രെയിൻ ചെയ്യുന്നു. അവര് ഇസ്ലാമിക ആശയങ്ങൾ അടങ്ങുന്ന ഒരു രാജ്യം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവർക്കത് സാധിക്കുകയും ചെയ്തു. താലിബാൻ 1 എന്ന രൂപത്തിൽ അവർക്കത് സാധിച്ചു. അതിനുശേഷം നമുക്കറിയാം 9/11 സംഭവിക്കുന്നു. അമേരിക്കയുടെ ആക്രമണം നടക്കുന്നു. 10-20 വർഷത്തോളം 2001 മുതൽ 2021 വരെയുള്ള 2 പതിറ്റാണ്ട് താലിബാൻ നിഷ്കാസിതനായി അമേരിക്കയുടെ ഒരു തേർവാഴ്ചയായിരുന്നു അഫ്ഗാനിസ്ഥാൻ. അതിനുശേഷം അമേരിക്കൻ സൈന്യം പിൻവാങ്ങിയ ഇടത്തേക്ക് താലിബാൻ 2 റിന്യൂഡ്, റീഎനർജൈസ്ഡ്, മെലോ ഡൗൺ താലിബാൻ നമ്പർ 2 വരികയാണ്. സമാന്തരമായി 2006-2007 മുതൽ പാകിസ്ഥാനിലും താലിബാന്റെ സാന്നിധ്യമുണ്ട്. അവരുടെ ഉദ്ദേശം പാകിസ്ഥാനെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റിയെടുക്കുക, അഫ്ഗാനിസ്ഥാനെ പോലെ തന്നെ പാകിസ്ഥാനെയും മാറ്റിയെടുക്കുക എന്ന ഉദ്ദേശം. അതിന് നിർലോഭമായ സഹായമാണ് പാകിസ്ഥാന് വിവിധ കോണുകളിൽ നിന്ന് ലഭിച്ചത്. പാക് താലിബാൻ എന്ന് പറയുന്നത് ഒരൊറ്റ സംഘടനയല്ല, ഒരു അംബ്രല്ല ഓർഗനൈസേഷനാണ്. വിവിധങ്ങളായ ഇസ്ലാമിക് ഗ്രൂപ്പുകളുടെ ഒരു വിശാല ഏകോപന വേദി. അൽ ഖൈദ എന്ന് പറയുന്നത് വിവിധ ഇസ്ലാമിസ്റ്റ് തീവ്ര വിഭാഗങ്ങളുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയാണ് എന്ന് പറയുന്നത് പോലെയാണ് പാക് താലിബാൻ. അഫ്ഗാൻ താലിബാനുമായി പാക് താലിബാന്റെ പുക്കൽക്കൊടി ബന്ധം നിഷേധിക്കാനാവാത്തതാണ്. അവർ അതിർത്തി കടക്കുന്നു. ആ അതിർത്തിയാണ് ഇപ്പോൾ പ്രശ്നമായി വന്നിരിക്കുന്നത്. ഡ്യൂറന്റ് ലൈൻ എന്നതാണ് അതിർത്തിയുടെ പേര്. അത് നമ്മൾ ആരും വരച്ചതല്ല. ഹെൻറി ഡ്യൂറന്റ്, ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രി അല്ലെങ്കിൽ ബ്രിട്ടീഷ് മന്ത്രിയായിരുന്ന ഡ്യൂറന്റിന്റെ ഒരു ലൈൻ. ആ ലൈനാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ, ബ്രിട്ടീഷ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഔദ്യോഗിക അതിർത്തി, ഔപചാരിക അതിർത്തി. ഇപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള 2600 കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തി. അതിർത്തിയിലൂടെയാണ് ഖൈബർ പാസ് കടന്നു പോകുന്നത്. ചരിത്രപരമായി ഇന്ത്യക്ക് നേരെ ഉണ്ടായ എല്ലാ ആക്രമണങ്ങളും കടന്നു വരുന്നത് ഖൈബർ പാസിലൂടെയാണ്. ആ മേഖല അതീവ അസ്ഥിരമാണ്. പാകിസ്ഥാനിലെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ്, ഇപ്പോൾ ഖൈബർ പഖ്തൂൺഖ എന്ന് പറയുന്ന പ്രദേശം, അതുപോലെ വസീറിസ്ഥാൻ ബെൽറ്റ്, അതൊക്കെയാണ് ആ പ്രദേശം. അവിടെയാണ് ബിൻ ലാദനൊക്കെ ഒളിഞ്ഞു കഴിഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്ന തോറാബോറ ഗുഹകളും ഒക്കെ ആ ഭാഗത്താണ്. ആ ഭാഗം യഥാർത്ഥത്തിൽ കംപ്ലീറ്റ് ലോലെസ്നെസിന്റെ ഒരു ഇടമാണ്. ആ ഭാഗത്തിന്റെ തൊട്ടപ്പുറത്തുള്ള അഫ്ഗാൻ ഭാഗവും അതുപോലെ തന്നെയാണ്. ഇതെല്ലാം ആ പ്രദേശത്തെ ജീവിക്കുന്ന ആളുകളാണല്ലോ പഠാൻസ്. നമ്മുടെ ഇമ്രാൻ ഖാനും ഷാഹിദ് അഫ്രീദിയും ഒക്കെ കടന്നു വരുന്ന ആ ഒരു മേഖല പഷ്തൂണിസ്ഥാൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പഷ്തു ഭാഷ സംസാരിക്കുന്ന ഇടം. അഫ്ഗാനിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഭാഷകളിൽ ഒന്നാണല്ലോ പഷ്തു. ഏതാണ്ട് പ്രധാന ഭാഷ എന്ന് പറയാം. മറ്റു ഭാഷകളെല്ലാം ന്യൂനപക്ഷ ഭാഷകളാണ്.
ആ പഷ്തുക്കൾക്ക് ഒരു ദേശീയതയുണ്ട്. ആ ദേശീയത അതിർത്തിയുടെ രണ്ട് ഭാഗത്തുമായി നിൽക്കുന്നു. അതുകൊണ്ട് ഡ്യൂറന്റ് ലൈനെ പാകിസ്ഥാന്റെ ഭരണകൂടം, സൈനിക ഭരണകൂടവും സിവിൽ ഭരണകൂടവും ഒക്കെ എക്കാലത്തും അംഗീകരിക്കുമ്പോഴും അഫ്ഗാനിസ്ഥാൻ അതിനോടൊരു തണുത്ത നിലപാടാണ് എടുത്തിരുന്നത്. അഫ്ഗാനിസ്ഥാന്റെ ഭരണകൂടം, ഇപ്പോഴത്തെ താലിബാൻ ഉൾപ്പെടെ ഡ്യൂറന്റ് ലൈനിനെ ഒരു ലൈനായിട്ട് മാത്രം കാണുന്നു. അന്താരാഷ്ട്ര അതിർത്തിയായി അംഗീകരിക്കാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണം ഉണ്ടാകുന്നതും പാക് താലിബാനെ ഒതുക്കുന്നതിന്റെ ഭാഗമായി പാക് താലിബാന് നേരെ പാക് സൈന്യം ആക്രമിക്കുന്നു. പാക് താലിബാൻ ഒതുങ്ങുന്നില്ല എന്ന് മാത്രമല്ല, അഫ്ഗാനിസ്ഥാനായി കടന്നു കയറുന്നു. അവരുടെ താവളങ്ങളെന്ന് കരുതി ചില ഗ്രാമങ്ങളിൽ പാകിസ്ഥാൻ എയർഫോഴ്സ് ബോംബിടുന്നു. അതിന് പ്രത്യാക്രമണം എന്ന രീതിയിൽ നല്ല രീതിയിലെ ഷെൽ മോർട്ടാർ ആക്രമണം നടക്കുന്നു പാകിസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങളിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും. ഇതൊരു തുറന്ന പോരാട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. ഇതില് മറ്റു ചില തലങ്ങളുള്ളത്. ഒന്ന്, പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ മുമ്പൊരിക്കല് താലിബാൻ അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ താലിബാൻ അഫ്ഗാൻ ഭരിക്കേണ്ടത് ഒരു ചരിത്രത്തിന്റെ അനിവാര്യത എന്നാണ് അന്ന് അതിനെ വിശേഷിപ്പിച്ചത്. ഇത് ഇന്ത്യക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് എന്ന് ചില പാക് നേതാക്കൾ എന്ന് പറഞ്ഞിരുന്നു. കാലങ്ങളായി പാകിസ്ഥാനെ അലോസരപ്പെടുത്തിയിരുന്നത് ബലൂചിസ്ഥാൻ വിമോചന പോരാളികളാണ്. അവരുടെ കടുത്ത തോതിലുള്ള ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാന്റെ നടുവൊടിച്ചിരുന്നു. അപ്പോഴൊക്കെ താലിബാന്റെ ഉപവിഭാഗം അവർ ഏറെക്കുറെ പാകിസ്ഥാനിൽ വലിയ ആക്രമണങ്ങൾക്കൊന്നും മുതിർന്നിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ 2022 മുതൽ 2022 അപേക്ഷിച്ച് 2023 56% ആക്രമണങ്ങൾ പാക് താലിബാൻ വർദ്ധിപ്പിച്ചു എന്നാണ് കണക്കുകൾ. 1500ഓളം ആളുകളെ അവർ കൊലപ്പെടുത്തി. അതിൽ 500 പേർ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ കൂടുതൽ ആക്രമണങ്ങൾ 2024 അവർ അഴിച്ചുവിടുന്നു. മറുവശത്ത് അഫ്ഗാനിൽ നിന്ന് ബോംബാക്രമണങ്ങള്, സൈനിക പോസ്റ്റുകൾ കടന്നാക്രമിക്കുന്നു. പാകിസ്ഥാന്റെ ചില പോസ്റ്റുകൾ തങ്ങൾ പിടിച്ചെടുത്തുവെന്ന് അഫ്ഗാൻ പ്രതിരോധ വക്താവ് പറയുന്നു. പക്ഷേ സൈനികപരമായി തുലനം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ വളരെ മുന്നിലല്ല. അഫ്ഗാൻ സൈന്യവുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ കാലങ്ങളായി അമേരിക്കയുമായി ഏറ്റുമുട്ടി താലിബാന്റെ ആയുധശേഷി നന്നേ കുറഞ്ഞിരുന്നു. അമേരിക്ക താലിബാൻ അഫ്ഗാനിസ്ഥാനെ കൈമാറുമ്പോൾ അവരുടെ സൈനിക ശേഷി പൂർണ്ണമായും നശിപ്പിച്ചതിന് ശേഷമായിരുന്നു ആ രാജ്യത്തിന്റെ ഭരണം കൈമാറിയത്. പിന്നീട് താലിബാന് കാര്യമായ തലങ്ങളിൽ നിന്നൊന്നും ആയുധ സഹായങ്ങൾ ലഭിക്കുന്നില്ല. ശക്തമായ ഒരു ഉപരോധം എന്ന് വിശേഷിപ്പിക്കാൻ തലത്തിൽ ഇപ്പോഴും താലിബാന് മേലെ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നു. ആ ഘട്ടത്തിൽ പാകിസ്ഥാനെതിരെ ഒരു സൈനിക നീക്കം അത് അഫ്ഗാന് വിജയിക്കാൻ കഴിയുമോ? ശ്രീ സോയ്മോൻ, രണ്ട് വ്യത്യസ്തമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് പാകിസ്ഥാൻ സൈന്യവും അഫ്ഗാനിസ്ഥാന്റെ താലിബാന്റെ പടയാളികളും പൊരുതുന്നത്. പാകിസ്ഥാന്റെ ഒരു ഔപചാരികമായ ആർമിയാണ്. പക്ഷെ ആ ആർമി എപ്പോഴും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്നു, നിയന്ത്രിച്ചു നിർത്തുന്നു. ആർമിയുടെ താല്പര്യങ്ങളാണ് എപ്പോഴും പാകിസ്ഥാനിൽ നടമാടുന്നത്. അത് ISI എന്ന് പറയുന്നത് പോലും പാകിസ്ഥാൻ ആർമിയുടെ ക്രിയേഷനാണ്. ആർമിയുടെ തലപ്പത്തുള്ളവരാണ് ISIയുടെ തലപ്പത്ത് പിന്നീട് എത്തുന്നത്, റിട്ടയർമെന്റിന് ശേഷം എത്തുന്നത്. അവരാണ് രാഷ്ട്രീയ മേലാളന്മാരെ തീരുമാനിക്കുന്നത്. ഇമ്രാൻഖാൻ ആർമിക്ക്, പാക് സൈന്യത്തിന് അനഭിമിതനായ ആ നിമിഷം നിലംപൊതിക്കുന്നതും പാക് സൈന്യത്തിന്റെ താല്പര്യപ്രകാരം ഷഹബാസ് ഷെരീഫിനെ കൊണ്ടുവരുന്നതൊക്കെ നമ്മൾ അടുത്ത കാലത്ത് കണ്ടതുമാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ സൈന്യത്തിന് ഒരു കൃത്യമായ ചിട്ടയുണ്ട്, ചില താല്പര്യങ്ങളുണ്ട്. അത് പ്രധാനമായും പഞ്ചാബി സൈന്യവുമാണ്. അതായത് പഞ്ചാബ് എന്ന പാകിസ്ഥാന്റെ പ്രധാന പ്രവിശ്യയിൽ നിന്നാണ് പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ ചോയ്സസ്റ്റ് വിഭാഗങ്ങൾ വരുന്നത്. അവിടുത്തെ ഓരോ കൊച്ചു മനസ്സുകളിലും കുടിയേറുന്ന ആഗ്രഹം IIT പ്രോഡക്റ്റ് ആവുക, IIM പഠിക്കുക, അല്ലെങ്കിൽ MIT പോയി പഠിക്കുക എന്നൊന്നുമല്ല. മറിച്ച് പാകിസ്ഥാൻ സൈന്യത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാവുക എന്നതാണ് പാകിസ്ഥാനിലെ ഓരോ ചെറുപ്പക്കാരന്റെയും ആഗ്രഹം. കാരണം അത്രയധികം പെർക്കുകൾ ലഭിക്കുന്ന, വലിയ സമൂഹത്തിൽ വലിയ സ്ഥാനം ലഭിക്കുന്ന ഒന്നാണ് പാകിസ്ഥാൻ സൈന്യത്തിലെ സാന്നിധ്യം. അതിന് സിന്ധികൾക്കും ബലൂച്ചുകൾക്കും പത്താൻമാർക്കും ഒക്കെ അതിൽ വലിയ ധീരത്വമുണ്ട്. അതൊരു പലപ്പോഴും പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് എത്തുകയും ചെയ്യുന്നു. എന്നാൽ അഫ്ഗാനിസ്ഥാൻ സൈന്യം അങ്ങനെയല്ല. അഫ്ഗാനിസ്ഥാൻ ഒരുപാട് മിലിഷ്യകളായി ചിതറി നിൽക്കുകയായിരുന്നു പരമ്പരാഗതമായി. ഗുൽബുദ്ദീൻ ഹക്മത്തിയാർ നയിക്കുന്ന ഒരു നോർത്തേൺ അലയൻസ് എന്ന് പറയുന്ന ഒരു ഗോത്ര സംസ്കാരത്തിന്റെ വിവിധ ഗോത്രങ്ങൾ, പഷ്തു ഗോത്രങ്ങളും നോൺ പഷ്തു ഗോത്രങ്ങളും എല്ലാം, തജിക് സൈന്യങ്ങളുണ്ട്, തജിക് വംശജരായ ആളുകളുണ്ട്, തുർക്ക്മേനി വംശജരായ ആളുകളുണ്ട്, കിർഗികളുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ പല മിലിഷ്യകൾ
ഒരുമിച്ച് വരുന്നു. അവിടെ നിന്നെല്ലാം സ്വാംശീകരിച്ചെടുത്ത ഒരു ചെറിയ വിഭാഗത്തെയാണ് അഫ്ഗാന്റെ ഇപ്പോഴത്തെ താലിബാൻ ഭരണകൂടത്തിന്റെ സൈന്യം. അപ്പൊ സൈനികമായി പാകിസ്ഥാൻ ആർമി സുസംഘടിതമായ സംവിധാനവും അഫ്ഗാനിസ്ഥാൻ ആർമി ദുർബലവും എന്ന് കാണാം. പക്ഷേ ഓർക്കൂ, അഫ്ഗാനിസ്ഥാന്റെ മണ്ണിനെ ഒരു കാലത്തും വൈദേശിക ശക്തികൾക്ക് കീഴ്പ്പെടുത്തി വയ്ക്കാനായിട്ടില്ല. ഒരു പടയോട്ടങ്ങളും അഫ്ഗാനിസ്ഥാനിൽ വിലപ്പോയിട്ടില്ല. അവരെല്ലാം തന്നെ പിന്തിരിഞ്ഞു പോരേണ്ടി വരുന്നു. ഏറ്റവും അവസാനം പിന്തിരിഞ്ഞു പോരേണ്ടി വന്നത് ബ്രിട്ടീഷുകാർക്കാണ്. അവർക്ക് പോലും കൈയടക്കി വെക്കാൻ ആവാത്ത നിലയിലുള്ള ഒരു കാടൻ ഒരു സംസ്കാരം. അവിടെ ഈ രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ, പാക് സംസ്കാരവും അഫ്ഗാൻ സംസ്കാരവും ഒന്നല്ല എന്ന് ഓർക്കണം. ഇന്ത്യൻ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംസ്കാരം തന്നെയാണ് പാകിസ്ഥാന്റെ സമതലങ്ങളിൽ. പക്ഷേ പഷ്തൂൺ മേഖലയായി കഴിയുമ്പോൾ അവിടെ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. പഷ്തു ഗോത്ര സംസ്കാരത്തിന് ഒരു ട്രാൻസ് നാഷണൽ മുഖമുണ്ട്. അതുപോലെ തന്നെ ബലൂച്ചുകൾക്കും ഒരു ട്രാൻസ് നാഷണൽ മുഖമുണ്ട്. നേരത്തെ സ്വയമോൻ സൂചിപ്പിച്ച ബലൂചിസ്ഥാനിലെ വിഷയവും പാകിസ്ഥാനെ വല്ലാതെ അലോസരപ്പെടുന്നു. ബലൂച്ച് ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാൻ ഏറ്റവും തഴയപ്പെട്ട ഒരു സ്ഥലമാണ് ബലൂചിസ്ഥാൻ. ബലൂചിസ്ഥാനിലാണ് തന്ത്രപ്രധാനമായ പല തുറമുഖങ്ങളുടെയും ആസ്ഥാനമെന്ന് പറയുന്ന പാകിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ബലൂച്ച് മേഖലയാണ്. അവിടാണ് ഗദ്ദാർ തുറമുഖം. അപ്പൊ ആ തുറമുഖം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ ചുറ്റുപാടുമുള്ള ബലൂച്ച് മേഖല വളരെ അവികസിതമാണ്. അതുകൊണ്ട് ബലൂച്ച് ലിബറേഷൻ ആർമിയെ പുറത്തു നിന്നുള്ള, പലപ്പോഴും പറയുന്നത് ആരോപണത്തിന്റെ മുന്നിൽ ചെന്ന് വീഴുന്നത് ഇന്ത്യയിലേക്കാണ്. ബലൂച്ചുകൾ സംഘടിക്കുന്നു. ഇപ്പോൾ ഇതാ പത്താൻസും സംഘടിക്കുന്നു. അവരുടെ ലോയൽറ്റി, അവരുടെ നേതാവായ ഇമ്രാൻഖാൻ തടവിലാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ പാകിസ്ഥാന്റെ രണ്ട് പ്രവിശ്യകൾ പൂർണ്ണമായി അസ്ഥിരമായിരിക്കുന്നു. ഡ്യൂറന്റ് ലൈനിന്റെ ഏതാണ്ട് പൂർണ്ണ ഭാഗവും അസ്ഥിരമായിരിക്കുന്നു. ഇന്ത്യയുമായുള്ള കിഴക്കൻ അതിർത്തി, അത് റാഡ്ക്ലിഫ് ലൈനാണ്. സിറിൽ റാഡ്ക്ലിഫ് വരച്ച വരെയാണ്. അവിടെയും അസ്ഥിരതയുണ്ട്. അപ്പൊ പാകിസ്ഥാൻ പെട്ടു. ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിലും ഇന്ത്യക്കും ഇറാനും ഇടയിലും പെട്ട് ഞെരുങ്ങുന്ന, സാൻഡ്വിച്ച് ചെയ്യപ്പെടുന്ന പാകിസ്ഥാൻ അവിടെ കൂനിന്മേൽ കുരു എന്ന നിലയിലാണ് ഇപ്പോൾ സൈനികമായ ബലാബലം പരീക്ഷിക്കുന്നത്. ഒരിക്കൽ പോലും നമുക്ക് ചിന്തിക്കാനാവില്ല പാകിസ്ഥാനെതിരെ അഫ്ഗാനിസ്ഥാന്റെ സൈന്യം നേരിട്ട് ആക്രമണം നടത്തുന്നു. 2 സൈനിക പോസ്റ്റുകൾ പിടിച്ചടക്കുന്നു. 19 പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെടുന്നു. ചിന്തിക്കാനാവില്ല. അത് മാത്രമല്ല, അഫ്ഗാന്റെ മണ്ണിൽ കയറി പാകിസ്ഥാന്റെ എയർ സ്ട്രൈക്ക് നടക്കുകയാണ്. അപ്പൊ യുണൈറ്റഡ് നേഷൻസ് രംഗത്ത് വന്നാൽ, യുണൈറ്റഡ് നേഷൻസിന്റെ ചാർട്ടർ, യുഎൻ ചാർട്ടർ അനുസരിച്ച് ആർട്ടിക്കിൾ 5 പറയുന്നത് എന്താണ്? ഒരു രാജ്യം ആക്രമണ വിധേയമാവുകയാണെങ്കിൽ ആ രാജ്യത്തിന് സ്വയം പ്രതിരോധം എന്ന നിലയിൽ മറ്റേ രാജ്യത്തിനെ ആക്രമിക്കാനുള്ള അവകാശമുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാർട്ടർ അനുസരിച്ച് തന്നെ. അങ്ങനെയെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ ആക്രമണം ന്യായീകരിക്കാവുന്ന ഒന്നാണ്. പാകിസ്ഥാൻ മണ്ണിൽ അഫ്ഗാനിസ്ഥാൻ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇപ്പോൾ പൊലിഞ്ഞത് 19, 20, 21 ജീവൻ മാത്രമാണ്. പക്ഷേ അത് ഉയർത്തുന്ന സിംബോളിക് ഒരു സന്ദേശം എന്ന് പറയുന്നത് പാകിസ്ഥാനെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. ഇവിടെ ഇന്ത്യ തന്ത്രപരമായ ഒരു നയതന്ത്ര യുദ്ധം തുടങ്ങി വെച്ചു എന്ന് നമ്മൾ മറ്റു ചില കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ബോധ്യപ്പെടും. ഒന്ന്, പാകിസ്ഥാന്റെ ഗദ്വാർ തുറമുഖം ചൈനയുടെ നിയന്ത്രണത്തിലാണ്. ചൈന വലിയ തോതിൽ അവിടെ നിക്ഷേപം നടത്തി. എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാന്റെ 2 തുറമുഖങ്ങളെ സൈനിക തുറമുഖങ്ങളാക്കി മാറ്റാം എന്ന ഭയം പൊതുവെ ലോകരാജ്യങ്ങൾക്കുണ്ട്. ചൈനയുടെ നിയന്ത്രണത്തിലുള്ള 2 തുറമുഖങ്ങൾ. അതുകൊണ്ട് തന്നെ അഫ്ഗാൻ കൂടുതൽ ശ്രദ്ധയോടെ ചൂടുവെക്കുന്നു. ഇറാനും അഫ്ഗാനും തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലവിലുണ്ടെങ്കിലും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇന്ത്യ ഇപ്പോൾ മധ്യസ്ഥ റോൾ കൂടുതൽ കാര്യക്ഷമമായി എടുക്കുന്നു. അവിടെയാണ് ചബഹാർ തുറമുഖത്തിന്റെ പ്രത്യേകതയും ഇറാന്റെ സഹകരണവും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ഒരു പ്രത്യേകതയും ഒക്കെ. അതും ഈ ഒരു പാക് പോരിന്റെ ഭാഗമല്ലേ? പോളിറ്റിക്സ് മേക്സ് സ്ട്രേഞ്ച് ബെഡ്ഫെലോസ് എന്നൊരു പഴമൊഴിയുണ്ട് ഇംഗ്ലീഷിൽ. രാഷ്ട്രീയം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയവും അനന്തമായ സാധ്യതയുടെ വാതായനങ്ങളാണ് തുറന്നിടുന്നത്. അതുകൊണ്ട് താലിബാൻ ഭരണകൂടത്തെ ഒരു ഇസ്ലാമിസ്റ്റ് ഭരണകൂടമായി പലരും കാണും. ഇറാന്റെ ആധ്യാത്മിക നേതാവ് ആയത്തുള്ള അലി ഖമേനി നയിക്കുന്ന ആ ഭരണകൂടത്തെ ഇസ്ലാമിസ്റ്റ് രീതിയിലാണ് കാണുന്നത്. പക്ഷേ പാകിസ്ഥാനെതിരെ വരുമ്പോൾ ഇന്ത്യയുടെയും ഇറാന്റെയും ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാന്റെയും ഒരു താല്പര്യങ്ങൾ കൺവേർജ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് പാകിസ്ഥാനെതിരെ. കാരണം പാകിസ്ഥാൻ ഇറാനുമായിട്ടും അഫ്ഗാനിസ്ഥാനുമായും ഇന്ത്യയുമായും നല്ല ബന്ധത്തിലല്ല. അതുകൊണ്ട് ഭംഗ്യാന്തരേണ പറഞ്ഞാൽ ശത്രുവിന്റെ ശത്രുമിത്രം എന്ന നിലയിലുള്ള ഒരു ലളിതവൽക്കരണം കുറെയൊക്കെ സാധ്യമാകും. അതുകൊണ്ടാണ് ഇന്ത്യ ഹാസ് ഇൻവെസ്റ്റഡ് $500 million ചബഹാറിലാണ്.
അത് 10 വർഷത്തേക്ക് ലീസിന് ഇന്ത്യ ചബഹാറിൽ നേരത്തെ ഓരോ വർഷം തോറുമേ ലീസ് പുതുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഇപ്പോൾ 10 വർഷത്തേക്കാണ്. ചബഹാർ എന്ന് പറയുന്ന ഒരു ഉൾക്കടലാണ്, നല്ല സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്, ഏറ്റവും തന്ത്രപ്രധാനമായ ഇടമാണ്, മധ്യപൗരസ്യ പ്രദേശത്തേക്കുള്ള ഒന്നാം തരം വാതിലാണ്. അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് കയറാം, അവിടെ നിന്നും നേരെ ടർക്ക്മെനിസ്ഥാനിലേക്കും റഷ്യയിലേക്കും പോകാവുന്ന കോറിഡോർ തുറക്കാനുള്ള എല്ലാ പദ്ധതികളും പൂർത്തിയായി. നമുക്കറിയാമല്ലോ, അഫ്ഗാനിസ്ഥാൻ ഭക്ഷ്യ സുരക്ഷയുള്ള രാജ്യമല്ല. അവിടെ ഇന്ത്യ കൊടുക്കുന്ന ഗോതമ്പ് കൊണ്ടാണ് അവരുടെ വിശപ്പ് മാറ്റുന്നത് അഫ്ഗാനിസ്ഥാൻ. തീർച്ചയായും അഫ്ഗാനിസ്ഥാനിലേക്ക് സപ്ലൈ എത്തേണ്ട പ്രധാന ഇടമാണ് തുറമുഖങ്ങളില്ലാത്ത രാജ്യം, ലാൻഡ് ലോക്ക്ഡൌൺ അഫ്ഗാനിസ്ഥാൻ. നമ്മുടെ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ നിന്നും അധികം ദൂരെ അല്ലാത്ത ഇറാന്റെ ദക്ഷിണ പ്രദേശത്തുള്ള ചബഹാർ തുറന്നതോടെ മുംബൈയിൽ നിന്ന് 550 കിലോമീറ്റർ, മുംബൈയിൽ നിന്നും 560 കിലോമീറ്റർ ആണ്. പിന്നെ കണ്ട്ല തുറമുഖത്തിൽ നിന്നും, ഗുജറാത്തിലെ കണ്ട്ല തുറമുഖത്തിൽ നിന്നും കേവലം 540 കിലോമീറ്റർ മാത്രം പടിഞ്ഞാറുള്ള സ്ഥലമാണ് ചബഹാർ. അപ്പൊ ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക് ഒരു പോയിന്റ് ആണ് അത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന രൂപത്തിൽ ചൈന വികസിപ്പിച്ചു വരുന്ന ഒരു പാതയുണ്ട്. അതുപോലെ തന്നെ സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന രൂപത്തിൽ പാകിസ്ഥാന്റെ തുറമുഖങ്ങളെ, അത് ഗദ്ദാർ തുറമുഖമായിക്കൊള്ളട്ടെ, കറാച്ചി തുറമുഖമായിക്കൊള്ളട്ടെ, ബംഗ്ലാദേശിന്റെ ചിറ്റഗോങ് തുറമുഖം, അതുപോലെ പിന്നെ ഈ മ്യാൻമാറിലെ ചില തുറമുഖങ്ങൾ, ശ്രീലങ്കയിലെ കൊളംബോയും ഹമ്പത്തോറ്റ തുറമുഖങ്ങൾ, ഈ തുറമുഖം, മാലദ്വീപിലെ തുറമുഖം എല്ലാം തന്നെ ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് പോളിസിയുടെ ഭാഗമാണ്. ഇവിടെ എല്ലാം തന്നെ വളരെ വലിയ തോതിലുള്ള ചൈനീസ് നിക്ഷേപങ്ങളുണ്ട്. ആ ചൈനയുടെ നിലപാട് എപ്പോഴും ഒരു ഷൈലോക്കിയൻ നിലപാടാണ്. They will always extract a pound of flesh. നിക്ഷേപിക്കും, പക്ഷേ കണക്ക് പറഞ്ഞ് മുതലും പലിശയും തിരിച്ചു പിടിക്കാൻ ചൈനക്കറിയാം. അങ്ങനെ തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ല എങ്കിൽ അതിനെ ഡെറ്റ് ട്രാപ്പ് ഡിപ്ലോമസി എന്ന് പറയാം. പാകിസ്ഥാൻ വന്ന് വീണത് ആ ഒരു കയത്തിലാണ്, ചുഴിയിലാണ്. അവിടെ ഇന്ത്യ വളരെ കരുതിക്കൂട്ടി നടത്തുന്ന നീക്കമാണ് ചബഹാറിലെ ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ്. അത് അഫ്ഗാനിസ്ഥാനുമായുള്ള സൗഹൃദത്തിന്റെ അടിസ്ഥാനം, ഇറാനുമായുള്ള സൗഹൃദത്തിന്റെയും അഫ്ഗാനിസ്ഥാനുമായുള്ള സൗഹൃദത്തിന്റെയും അടിസ്ഥാനം ചബഹാർ എന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ തുറമുഖ പ്രോജക്റ്റാണ്. അതിലൂടെ മുന്നോട്ട് പോകണം. അതിലൂടെ ഒരുപക്ഷെ യൂറോപ്പിലേക്കുള്ള ദൂരം മധ്യധരണ്യാഴി വഴി, മെഡിറ്ററേനിയൻ സീയിലേക്ക് വഴി, അതായത് ചെങ്കടൽ വഴി, സൂയസ് കനാൽ, മെഡിറ്ററേനിയൻ സീ വഴി യൂറോപ്പിലേക്കുള്ള അകലത്തേക്കാൾ കുറവാണ്. 15 ദിവസം വരെ ലാഭിക്കാവുന്നതാണ്. 15 ദിവസം വരെ ലാഭിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ത്യ ഹാസ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. ഇപ്പോൾ ഇന്ത്യ യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ, ട്രേഡ് ആൻഡ് ഇക്കണോമിക് കോറിഡോർ 2023 G20 നമ്മൾ പ്രഖ്യാപിച്ച ആ കോറിഡോർ ഒരുപക്ഷെ മധ്യപൂർവ്വ പ്രദേശത്തെ പ്രശ്നങ്ങളാൽ ഒരുപക്ഷെ നടക്കാതെ പോയാൽ പ്ലാൻ ബി എന്ന് പറയുന്നത് ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾ അമേരിക്ക പോലും സ്തബ്ധരായി പോയി. കാരണം ചാബഹാർ തുറമുഖ പദ്ധതി കരാർ ഒപ്പിടുന്ന വേളയിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. പക്ഷെ ഇന്ത്യ ആ ചാബഹാർ തുറമുഖ പദ്ധതിയുടെ പ്രത്യേകതകൾ അമേരിക്കയെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവർ നിശബ്ദരായി പോയി. തീർച്ചയായും അത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ യഥാർത്ഥത്തിൽ റഷ്യയുടെ കാര്യത്തിലാണെങ്കിലും ഇറാന്റെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യ വളരെ പ്രഗത്ഭമായി തന്നെ വളരെ പിന്നെ ഡിപ്ലോമാറ്റിക് മെനുവേഴ്സ് എന്ന് പറയുന്നത് അജിത് ഡോവലിന്റെ ബുദ്ധിയിലുതയുന്ന ആശയങ്ങൾ, അമിത്ഷായുടെ അംഗീകാരമുണ്ട്, നരേന്ദ്രമോദി, അതുപോലെ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ നല്ല ഒന്നാം തരം ഷാർപ്പ് അനലിറ്റിക്കൽ മൈൻഡ്. ഇതുകൊണ്ട് കൺവിൻസ് ചെയ്യാൻ കഴിയണം, അമേരിക്ക ഉൾപ്പെടെ കൺവിൻസ് ചെയ്യാൻ കഴിയണം. അമേരിക്കയ്ക്ക് അനഭിമതമായ രാജ്യമാണ് പിന്നെ ഒരുപക്ഷെ റഷ്യയും ഇറാനുമെല്ലാം. അതുകൊണ്ട് തന്നെ അഫ്ഗാൻ പാകിസ്ഥാൻ യുദ്ധം അത് കൂടുതൽ രൂക്ഷമായാൽ ഏതെങ്കിലും തലങ്ങളിൽ സൈനികമായി ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ സഹായിക്കുമോ? അങ്ങനെ ഒരു നേരിട്ടുള്ള ഒരു സഹായം അഫ്ഗാനിസ്ഥാന് കൊടുക്കാവുന്ന ഒരു നിലയിലല്ല. കാരണം ഭസ്മാസുരന് വരം കൊടുക്കുന്നത് മാതിരിയാണ്. കാരണം അതൊരു അഫ്ഗാനിസ്ഥാൻ ഈ കോഷ്യസ് ഓപ്റ്റിമിസം എന്നൊരു പോളിസിയാണ് നമുക്ക്. അതായത് നമുക്കൊരു ഒപ്റ്റിമിസ്റ്റിക് ഒരു ഔട്ട്ലുക്കാണ് അഫ്ഗാനിസ്ഥാന്റെ കാര്യത്തിൽ. പക്ഷേ അഫ്ഗാനിസ്ഥാന്റെ DNA ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഇസ്ലാമിക മൈൻഡ് സെറ്റ് ആണ്. അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി പാകിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ വിൽ ഫൈൻഡ് ദംസെൽസ് ഓൺ ദ സെയിം പേജ് എഗൻസ്റ്റ് ഇന്ത്യ. അങ്ങനെ വന്നാൽ ഇന്ത്യ നൽകുന്ന സഹായം, പക്ഷെ ഇറാൻ കുറച്ചുകൂടി ഒരു സ്റ്റേബിൾ ഒരു ഓർഡറാണ്. ഇറാനിൽ ഒരു ഭരണമാറ്റം കൂടി വന്നാൽ ഇന്ത്യക്ക് അത് വളരെയധികം സ്വീകാര്യമാകുന്ന ഒരു മാറ്റം കൂടിയാകും. ഈ ഒരു ഖൊമൈനി ഭരണകൂടത്തോട് പോലും ഇടപെട്ടു പോകാൻ ഇന്ത്യക്ക് കഴിയുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഡിപ്ലോമസിയുടെ ഒരു മെയ്വഴക്കം, ഫ്ലെക്സിബിലിറ്റി അത് വളരെ വലുതാണ്. ഇസ്രായേലിനോട് ചങ്ങാത്തം പുലർത്തുമ്പോഴും ഇറാനുമായി അതേ ചങ്ങാത്തം പുലർത്താൻ കഴിയുന്നു. കുറച്ചുകൂടെ സമീപത്തുള്ള രാജ്യമാണ്. പാകിസ്ഥാനുമായി ഉള്ള ബലാബലം വെച്ച് നോക്കുമ്പോൾ ഇറാൻ തന്ത്രപ്രധാനമായ ഒരു സ്ഥാനത്തിന്, അഫ്ഗാനിസ്ഥാനും അതേപോലെ തന്ത്രപ്രധാനമായ
ഒരു സ്ഥാനം. 2023 പാകിസ്ഥാനിൽ നിന്ന് പുറത്താക്കിയത് രേഖകളില്ലാതെ കഴിഞ്ഞിരുന്ന 5 ലക്ഷത്തോളം അഫ്ഗാനിസ്ഥാനികളെയാണ്. അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയച്ചു. ഇപ്പോൾ വീണ്ടും ഒരു അഭയാർത്ഥികളെ പാകിസ്ഥാനിൽ നിന്ന് കുടിയിറക്കും എന്ന ഭീഷണി പാകിസ്ഥാൻ മുഴക്കുന്നു. മറുവശത്ത് അതിർത്തി കടത്തി ഞങ്ങളുടെ രാജ്യത്തേക്ക് ഇനി ആളുകളെ തിരിച്ച് അയക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത്തരം ഘട്ടമുണ്ടായാൽ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുമെന്ന് അഫ്ഗാനിസ്ഥാൻ പറയുന്നു. ഇനി ഞങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമിച്ചാൽ പാകിസ്ഥാൻ ഒരു യുദ്ധം നേരിടേണ്ടി വരും എന്ന് അഫ്ഗാനിസ്ഥാൻ പറയുന്നു. അപ്പോൾ കാര്യങ്ങൾ നമ്മൾ കരുതുന്നതിലും അപ്പുറത്താണ്. 2025 വർഷത്തിലേക്ക് നമ്മൾ കടക്കുന്നു. കുടിയിറക്കങ്ങളുടെ വർഷമായിരിക്കും. 2000 മുതൽ 2024 വരെ കുടിയേറ്റങ്ങളുടെ കാലഘട്ടമായിരുന്നെങ്കിൽ 2025 വർഷം പുലരുമ്പോൾ നമ്മൾ കാണുന്നത് കുടിയിറക്കങ്ങളുടെ ഒരു വലിയ വേലിയേറ്റം തന്നെയാണ്. അമേരിക്കയിൽ നിന്നും മെക്സിക്കൻസിനെ കുടിയിറക്കാൻ പോകുന്നു. 5 ലക്ഷത്തോളം പേരാണ് ഇമ്മീഡിയറ്റ് കുടിയിറക്കൽ ഭീഷണിയിലുള്ളത്. ഇന്ത്യയുടെ 18,000-ഓളം പേരെ കുടിയിറക്കും എന്ന ഒരു നിലപാടിലാണ് ട്രംപ് വരാൻ പോകുമ്പോൾ. അതുപോലെ തന്നെ വലിയ തോതിൽ 3 ലക്ഷത്തോളം സിറിയൻ അഭയാർത്ഥികൾ തുർക്കിയിൽ നിന്നും സിറിയയിലേക്ക് പുതിയ ഭരണകൂടം വന്നപ്പോൾ കുടിയിറക്കം അല്ലെങ്കിൽ തിരിച്ച് റിവേഴ്സ് മൈഗ്രേഷൻ സംഭവിക്കാൻ പോവുകയാണ്. ലോകത്തെല്ലായിടത്തു നിന്നും അതേ കാര്യങ്ങൾ. ഉക്രൈൻ വിട്ടുപോയ ആളുകൾ ഒരുപക്ഷെ സമാധാന കരാർ ഉണ്ടായാൽ ഉക്രൈനിലേക്ക് തിരിച്ചു വരാവുന്ന അന്തരീക്ഷം ഉണ്ടാകും. ഇതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വലിയ തോതിൽ ആളുകൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കുടിയിറക്കി, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പടപീടിച്ച് പന്തളത്ത് വന്ന പാകിസ്ഥാനിലെത്തിയ ലക്ഷക്കണക്കിന് ആളുകൾ തിരിച്ച് അഫ്ഗാൻ മണ്ണിലേക്ക് പോകാൻ വിസമ്മതിച്ചാൽ നിർബന്ധിതമായി അവരെ അവിടെ എത്തിക്കും എന്ന പാക് സൈന്യത്തിന്റെയും ഭരണകൂടത്തിന്റെയും നിലപാടാണ് അഫ്ഗാനിസ്ഥാനെ ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹസത്തിലേക്ക് എത്തിച്ചത്. അതിനുള്ളൊരു കാറ്റലിസ്റ്റായി പാക് താലിബാന്റെ അറ്റാക്ക് എഗൻസ്റ്റ് ദ പാക് ആർമി അതൊരു കാറ്റലിസ്റ്റായി പ്രവർത്തിച്ചു എന്നാണ് കാണാവുന്നത്. അതുകൊണ്ട് ബന്ധം ഒട്ടും സുദൃഢമല്ല. അത്രയും വലിയ അഭയാർത്ഥികളെ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻകാരെ തന്നെയാണ്, പക്ഷെ അവർ തിരിച്ചു ചെന്നാൽ അവരെ എല്ലാം വഹിക്കാനുള്ള, അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം, ഭൗതിക അന്തരീക്ഷം അഫ്ഗാനിസ്ഥാൻ ഇല്ല എന്നും ഓർക്കണം. അഫ്ഗാനിസ്ഥാന്റെ GDP-യുടെ 20% ഒറ്റയടി കുലിച്ചുപോയി 2021. ഓരോ വർഷം കഴിയുന്നതോറും GDP താണു വരികയാണ്. കാരണം അമേരിക്കയുടെ എയ്ഡ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ലഭിക്കുന്നില്ല. ട്രംപും കൂടെ വന്നു കഴിയുമ്പോൾ സ്ഥിതി ബഹുകേമമാകും. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനെ പിടിച്ചു നിൽക്കണമെങ്കിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഈ ഒരു വൻതോതിലുള്ള റിവേഴ്സ് മൈഗ്രേഷൻ ഒഴിവാക്കിയേ പറ്റൂ. അതുകൊണ്ട് അതിർത്തി മേഖല സംഘർഷഭരിതമാവുകയാണെങ്കിൽ ഒരുപക്ഷെ സ്റ്റേറ്റസ് കോ പുലരട്ടെ എന്ന ഒരു തീരുമാനം അതായിരിക്കും അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും. വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. നന്ദി, നമസ്കാരം.